സരുൺ വിശ്വപൗരനല്ല, വിശ്വസിക്കാവുന്ന പൗരനാണ് പന്ന്യൻ രവീന്ദ്രൻ എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് അതിനകത്തൊരു ദുസൂചനയുണ്ടല്ലോ? ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ശബരി സൂചിപ്പിച്ചത് രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് തരൂർ വ്യത്യസ്തനാവുന്നു എന്നാണ്. ഞാൻ സ്നേഹപൂർവ്വം അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തരൂരിൻ്റെ രാഷ്ട്രീയ നിലപാട് കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുന്ന നിലപാടുകളാണോ? ഈ സമീപ ദിവസങ്ങളിലാണ് മാതൃഭൂമി ചാനലിൻ്റെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ആങ്കർ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര്? സംശയമില്ലാതെ തരൂരിന്റെ മറുപടി വന്നു, അത് നരേന്ദ്രമോദി അല്ലാതെ മറ്റാര്. നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കില്ലേ? ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അപ്പൊ നിങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അരുൺകുമാർ, ആ ചോദ്യം കൂടി ഉണ്ടല്ലോ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ മുന്നണി ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തും എന്നാണ് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ തരൂര് ഞങ്ങൾ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നു നിങ്ങൾ കരുതുക, പക്ഷെ തരൂർ അംഗീകരിക്കുന്നില്ല രാഹുൽ ഗാന്ധിയെ. തരൂർ അംഗീകരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം. തരൂർ അംഗീകരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം പറയുകയാണ്, ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് നിന്ന് അതേപടി എടുത്ത് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് വച്ചിരുന്നെങ്കിൽ മുസ്ലിം സഹോദരന്മാരെ ഈ അപകടം നിങ്ങൾക്കുണ്ടാകുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടാണോ ഇത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. തരൂരിന്റെ ഈ നിലപാട് കോൺഗ്രസ് പിന്തുടരുന്നുണ്ട്, ഇത് കോൺഗ്രസിന്റെ നിലപാടാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് തരൂരിന് ചെയ്യുന്ന വോട്ട് അത് BJPക്ക് കിട്ടുന്ന ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക്. പക്ഷേ അദ്ദേഹം BJP എത്ര ശക്തമായി അദ്ദേഹത്തെ വേട്ടയാടിയിട്ടും, ഒരു ചാനൽ അദ്ദേഹത്തിന് പിന്നാലെ നടന്ന് വേട്ടയാടിയിട്ടും ശശി തരൂർ കുലുങ്ങിയില്ല. പക്ഷെ അതേ ഘട്ടങ്ങളിലേക്ക് അദ്ദേഹം കേസിൽ നൂരാൻ ഒരൊറ്റ വാചകം മതിയായിരുന്നു, എസ് മൂളിയ മതിയായിരുന്നു, അദ്ദേഹം BJPയിൽ എത്തുക മാത്രമല്ല ജയശങ്കറിനേക്കാൾ മുൻപ് വിദേശകാര്യ മന്ത്രിയുമാകുമായിരുന്നു. പക്ഷെ അദ്ദേഹം നേരിട്ട് BJPയിലേക്ക് പോയില്ല എന്നതൊഴിച്ചാൽ BJPയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിൽ ഇപ്പോഴും വളരെ സുദൃഢമായി തന്നെ തുടരുന്നു. BJP അപകടാവസ്ഥയിലാകുന്ന ഘട്ടങ്ങളിലെല്ലാം BJPയെ സംരക്ഷിക്കുന്ന ഉദ്യമം, രാഷ്ട്രീയമായ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ആളാണ് ശശി തരൂർ. വിഷയത്തിൽ ശക്തമായ നിലപാട് ആദ്യത്തെ ഭേദഗതി നിർദ്ദേശിച്ച് ശക്തമായി സംസാരിച്ചു. പക്ഷേ ആ ഭേദഗതി നിർദ്ദേശിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. അത് പാർലമെന്റിൽ അതിന്റെ വോട്ടെടുപ്പ് നടന്നപ്പോൾ എല്ലാ UDF MLA-മാരും കോൺഗ്രസിന്റെ എല്ലാ MP-മാരും CA വിഷയത്തിനെതിരെ വോട്ട് ചെയ്തു. നിങ്ങളുടെ മുഖ്യമന്ത്രി പോലും പറഞ്ഞത്, ഒരു MP പോലും പറഞ്ഞത് അത് തെറ്റാണ്. അങ്ങനെ ഇതിനെ നെടുമങ്ങാട് ആൾക്കാരോട് പറഞ്ഞത് നെടുമങ്ങാട് ഞാൻ ഇന്നലെ അത് വിശദീകരിച്ചതാണ്. പക്ഷെ താങ്കളെ പോലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് മുഖ്യമന്ത്രി പറയുന്ന കള്ളം ആവർത്തിക്കരുത്. ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ പാർലമെന്റ് സീറ്റിലും ഞങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമായി ഉന്നയിക്കാൻ പോകുന്നത് പൗരത്വ ഭേദഗതി നിയമമാണ്. മല്ലികാർജുൻ ഖാർഗെയോ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ദേശീയ തലത്തിൽ പൗരത്വ ഭേദഗതി നിയമം ഒരു മുഖ്യ വിഷയമായി ഉയർത്തിക്കാട്ടി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറുണ്ടോ?